അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഒന്ന്, കോഴിക്കോട് നിന്ന് രണ്ട് കുട്ടികൾ, ഒന്ന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 17 വയസ്സുള്ള ഒരു ആൺകുട്ടിയും കഴിഞ്ഞ റമദാനിക്ക് കാണാതായതാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് 13 ഒരു വെള്ളിയാഴ്ച വരെ കാണാതായതാണ്. ഈ പെൺകുട്ടി പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്, മറ്റാൾ +2ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് സിയ ഹന്നത്ത് എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഈ ചെറുക്കൻ്റെ പേര് മുഹമ്മദ് മിഷാൽ എന്നൊരു 17കാരൻ കോഴിക്കോട് നിന്ന് കാണാതായി. കുട്ടികളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി കാണാം. ഈ ഒരു നമ്പറിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും അറിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ പോലീസിനെ അറിയിക്കുക. ഞാൻ ആ മാതാപിതാക്കളെ കുറിച്ചാണ് ചിന്തിച്ചത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെയൊക്കെ മിസ്സിംഗ് ഗ്രൂപ്പിൽ ഈ ഒരു ഫോട്ടോസും ഇവരെ കാണാനൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ കരുതി സാധാരണ ഇങ്ങനെ കാണാതായി കഴിഞ്ഞാൽ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമല്ലോ എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ അതാ പെരുന്നാൾ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, അറോമ്പിൻ്റെ പെരുന്നാളും കഴിഞ്ഞു, ഇവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇവരെങ്ങോട്ടാണ് പോയതെന്നുള്ള മംഗലാപുരം ഭാഗത്ത് ഇവർ സ്കൂട്ടിയിലാണ് പോയതെന്നാണ് അറിഞ്ഞത്. സ്കൂട്ടിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ ഇവർ പോയത്. എറണാകുളത്ത് പോയെന്ന് പറഞ്ഞിട്ടിരുന്നു. അങ്ങനെ അവിടെ അന്വേഷണം നടത്തിയിരുന്നു. പിന്നെ മംഗലാപുരം ഭാഗത്തേക്കാണ്. പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയാണത്. വലിയ ഗൗരവമുള്ളൊരു കേസാണ്. നമ്മുടെ മക്കൾക്ക് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഗൗരവം പോലും മക്കൾക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളാണെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നമുക്ക് എന്തെങ്കിലും തരത്തിൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഓർത്ത് നമ്മൾ സഹായിക്കുക, വിവരങ്ങൾ വിളിച്ചറിയിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി നമ്മൾ ആലോചിക്കുക. ചെറിയ ചെറിയ വഴക്കുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പുകളോ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് മക്കൾ ഇങ്ങനെ എറിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ മക്കളോട് നല്ല സ്നേഹവും ഐക്യത്തോടെ കൂടിയിട്ട് പരമാവധി പെരുമാറി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുട്ടികളെ കൃത്യമായിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. മക്കൾക്ക് മാതാപിതാക്കളുടെ പ്രാധാന്യവും സ്നേഹവും ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്താ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുക? 15 വയസ്സ് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ആ പരീക്ഷയുടെ അവസ്ഥ എന്തായി? പരീക്ഷ ഇപ്പോൾ 31-ാം തീയതി അവസാനിക്കുകയാണ്. ആ പരീക്ഷ കുട്ടി എഴുതിയിട്ടുണ്ടാവുമോ? +2 പഠിക്കുന്നവൻ്റെയും ഗൗരവം തന്നെയല്ലേ? അപ്പോൾ ഇത് എന്ത് മക്കൾക്ക് എന്താ തോന്നുന്നത് എന്ന് എനിക്കറിഞ്ഞൂടെ. എവിടെ നോക്കിയാലും ഇന്നീ റിലേഷൻഷിപ്പില്ലാത്ത മക്കളില്ല. നമ്മളിത് പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പറയണം. കാരണം മക്കൾക്ക് ഒന്നനങ്ങിയ രണ്ടാമത്തെ ഒന്നും രണ്ടും റിലേഷൻഷിപ്പുള്ള ആളുകളാണ്. അവർക്ക് സിംഗിൾ എന്ന് പറയാൻ അവർക്ക് ഇഷ്ടമല്ല. കാരണം ആരെങ്കിലുമൊക്കെ ഒരാളായിട്ട് ഒരു ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ബെസ്റ്റിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് അവർക്കുണ്ടാവും, ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്ന ആ ബന്ധങ്ങളൊന്നും ഒരിക്കലും മക്കളെ നിങ്ങൾ വീട് വിട്ടിറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നൊരവസ്ഥയിലേക്ക് ആവരുത്. നമുക്ക് എന്ത് സാഹചര്യങ്ങളിലും മക്കളെ ആഴ്ചകൾ 15-17 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, മിസ്സിംഗ് ഗ്രൂപ്പിൽ ഇങ്ങനെ നിരവധി കുട്ടികളുടേത് കാണാം. പക്ഷേ ആ കുട്ടികളുടെ ഒക്കെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്ക് കിട്ടലുണ്ട്. പക്ഷേ എന്തോന്ന് അറിഞ്ഞൂടാ, കഴിഞ്ഞ 13-ാം തീയതി കാണാതായി. മക്കളെ ഇതുവരും കിട്ടിയിട്ടില്ല. പടച്ചറബ മക്കൾക്ക് നല്ല ബുദ്ധി തോന്നിയിട്ട് എത്രയും പെട്ടെന്ന് മാതാപിതാക്കളെ വിളിക്കാനും വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു തോന്നൽ അല്ലാഹുവേ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. നമ്മളെക്കൊണ്ട് അങ്ങനെ കഴിയാം. നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനമൊക്കെ വളരെ കറക്റ്റാണ്. ഇത്തരം കാണാതായ കുട്ടികളൊക്കെ പരമാവധി വർഷങ്ങളോളം കഴിഞ്ഞിട്ട് വരെ കണ്ടെത്തി കൊണ്ടുവരലുണ്ട്. പക്ഷേ ഇത്തരം കുട്ടികളാകുമ്പോൾ എന്ന് വെച്ചാൽ അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല. ഒരു 10-25 വയസ്സുള്ള ഒരാൾ ഇറങ്ങി പോവുകയാണെങ്കിൽ വല്ല ജോലിയും ചെയ്ത് എവിടെയെങ്കിലും ജീവിച്ചോളൂ എന്ന് കരുതുക. ഇതാകെ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 17 വയസ്സുള്ള ആൺകുട്ടിയും കൂടി. ഇത് സിനിമയൊന്നും അല്ലല്ലോ, റിയൽ ലൈഫല്ലേ. അപ്പോൾ നമ്മുടെ ഒരു കരുതൽ ഉണ്ടാവേണ്ട ഒരു സമയം. രക്ഷിതാക്കൾ ഇല്ലാത്ത മക്കളെ നിങ്ങൾ എന്ത് സ്നേഹമാണ് എന്ത് ബന്ധമാണെന്ന് പറഞ്ഞ് പോയാലും അത് എത്രത്തോളം ഉണ്ടാവുക? നിങ്ങളെ വളർത്തി വലുതാക്കിയ ഒരു മാതാപിതാക്കൾ എന്ന് പറയുന്നൊരു കാര്യമില്ലേ, അതിട്ടെറിഞ്ഞിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണം പിടിക്കില്ല അത്. അപ്പോൾ ആ ഒരു മക്കൾക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് വരാനുള്ള തോന്നലുണ്ടാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ ഉണ്ടാവലുണ്ട്. ദർസിൽ നിന്നൊക്കെ ഈ റമദാനിക്ക് തന്നെ ദർസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ടാണ് കുട്ടികൾ പോകാനുള്ള കാരണം വീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകലാണ്. ഇങ്ങനെ പല രീതിയിലാണ് പോകൽ. ഇതിൽ ആദ്യം പറഞ്ഞ 2 ഉണ്ടല്ലോ, മാതാപിതാക്കളായിട്ട് പ്രശ്നമായിട്ട് പോകുന്നവരൊക്കെ കുറച്ച് തിരിച്ചു വരും. ഇങ്ങനെ പ്രണയമായിട്ട് പോകുന്നൊരു കൂടെ ഒരാളുണ്ടല്ലോ, കാശും പണവും കഴിഞ്ഞാൽ തിരിച്ചു വരുമായിരിക്കും എന്ന് നമ്മൾ കരുതുക. പക്ഷേ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അതും കാണേണ്ടത് ആരാണ്? ഈ മാതാപിതാക്കളാണ്. അപ്പം നമ്മളങ്ങനെ പ്രാർത്ഥിക്കുക. കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത്, കൊല്ലം കടക്കലിൽ ഫാത്തിമ മുബഷിറ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. ഒരു ദിവസം ആ വീട്ടുകാർ കാണുന്നത് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണുന്ന ഒരവസ്ഥയിലാണ്. പെട്ടെന്ന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, വേഗത്തിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എല്ലാവരോടും പറഞ്ഞത് പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിച്ചു. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവാത്ത നല്ല ആരോഗ്യമുള്ളൊരു കുട്ടി. പക്ഷേ പോലീസിൻ്റെ വിശദമായ ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിശദമായ പരിശോധനയിൽ കഴുത്തിൽ വലിയ പാടുകളൊക്കെ കണ്ടിട്ട് വീട്ടുകാർ ചോദ്യം ചെയ്തു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു സംഗതി അവൾ സ്വയം ചെയ്തതാണ്,
ഞങ്ങളിതിൻ്റെ ഒരു നാണക്കേട് കൊണ്ടും പേടി കൊണ്ടും പറയാതിരുന്നതാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം താഴത്ത് കെടുത്തി ജീവൻ, പക്ഷേ അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കൊണ്ടല്ലാതെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പരീക്ഷ ഒന്നും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു പരീക്ഷയുടെ സമയത്താണ് ഒരു അവധി ദിവസം എന്ത് ചെയ്തു, ഈ കുട്ടിയോട് പഠിക്കാൻ പറഞ്ഞു. കുട്ടി പഠിക്കാൻ പോയി. അങ്ങനെ റൂമിൽ പോയി. മൊബൈലാണ് പ്രശ്നം. മൊബൈൽ ചോദിച്ചതിന് മൊബൈൽ ഉമ്മ കൊടുത്തില്ല. അങ്ങനെ മൊബൈലുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടന്നിരുന്നു. ആ തർക്കത്തെ തുടർന്നാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്തത്, ഇങ്ങനെ ചെയ്തു. ഉച്ച സമയത്ത് കുട്ടിനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്ത് കാണുന്നത്. എന്താ നഅൂദുബില്ലാ, എന്താ നമ്മൾ പറയുക? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ ഫോണാണ്. ഫോണില്ലാത്ത നിങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്. പല മക്കളും ഫോണിൽ പഠിക്കുന്നവരുണ്ട്. അതായത് ഫോണിൽ സ്കൂളിൽ നിന്ന് ഒരു ട്യൂഷനിലൊക്കെ പോകുന്നുണ്ടെങ്കിലും അവർക്കിഷ്ടം ഫോണിലുള്ള ഈ ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് തടയാൻ നിൽക്കണ്ട, എങ്ങനെയും ഒരു പഠിച്ചോട്ടെ. പക്ഷേ അതും കഴിഞ്ഞിട്ട് പിന്നെ ഈ മക്കൾ ഇതിന് വേണ്ടിയിട്ട് ഫോൺ മേടിച്ചാൽ പിന്നെ ഈ റീൽസ് കാണലും പിന്നെ ഏതെങ്കിലും സിനിമ കഥകൾ കാണലും അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു ഫോണിൽ അവർ എൻഗേജ്ഡ് ആണ്. ഈ എൻഗേജ്ഡ് നമ്മൾ തകർത്ത് കഴിഞ്ഞാൽ, നമ്മൾ തളർത്തി കഴിഞ്ഞാൽ ഈ മക്കൾ നമ്മുടെ കൈവിട്ട് പോവുക. ആ ഒരു മാതാപിതാക്കളെ കുറിച്ച് നമ്മുടെ മക്കൾ, ഇപ്പോൾ എൻ്റെയൊക്കെ മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇങ്ങനെ ഈ വീഡിയോ കാണുന്നവരൊക്കെ മക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ അത് ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. ഫോൺ നിയന്ത്രിക്കുക എന്നുള്ളതല്ല, ഫോണിന് നമുക്കൊരു കൾച്ചർ വരണം, ഒരു സൈബർ കൾച്ചർ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫോണിൻ്റെ ആവശ്യം പഠിക്കാൻ വേണ്ടി മാത്രം ആക്കുക. പഠിക്കാൻ വേണ്ടി അല്ലാത്തൊരു 10 മിനിറ്റോ അരമണിക്കൂറോ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അതിനപ്പുറം നമ്മൾ നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കും. ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഞാനെന്ന് രക്ഷിതാവ് ഇതിൽ 100% പെർഫെക്റ്റ് ആയ ഒരാളൊന്നുമല്ല. നമ്മുടെ വീട്ടിലും ഈ ഫോണും പ്രശ്നങ്ങളും മക്കളൊക്കെ ഉള്ളത് തന്നെയാണ്. നമ്മൾ കാണുമ്പോഴൊക്കെ ഉമ്മമാരാണ് ഇത് മുഴുവൻ വഷളാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കുറ്റം പറയണ്ട. കാരണം എപ്പോൾ നോക്കിയാലും ഈ ഫോൺ എടുത്തിട്ട് അവർ കൊണ്ടുപോകും. നമ്മൾ ലോക്ക് ഇട്ട് വെച്ചാലും വീണ്ടും നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും. മക്കൾക്ക് ഇതില്ലാതെ പറ്റുമെങ്കിൽ നമ്മളൊരു നിശ്ചിതമായ ടൈം പറയാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നോക്കിക്കോ, അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചു. ആ 10 മിനിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റയാൾ ചോദിക്കുമ്പോഴാണ് പറയുക, അവൾ കൊണ്ടുപോയിട്ട് അങ്ങനെ. അപ്പോൾ ഇത് ഉമ്മയുടെ ഫോണ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇവർ ഫുള്ള് ഇതിൽ എൻഗേജ്ഡ് ആവണം. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർക്ക് ഫോൺ വേണം, ഒരു ഫോണിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കാണണം. ഓക്കെ, നമ്മൾ ഒരു നിലത്ത് നമ്മൾ ഒരു വിയോജിപ്പും കാണിക്കേണ്ട. മക്കൾ അതിൽ നോക്കി കാണട്ടെ, പഠിക്കട്ടെ. കാരണം ഫോൺ എന്നുള്ളൊരു റിയാലിറ്റിയാണ്. അതിലപ്പുറം നമുക്കൊരു 10 മിനിറ്റോ ഒരു അരമണിക്കൂറോ അവർക്കൊരു റീൽസോ സന്തോഷമോ ഒരു എൻ്റർടൈൻമെൻറ്റോ അതും കൊടുത്തേക്കാം. ഇതുമ്പോൾ തന്നെ ലൈഫ് എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ കൺട്രോൾ ചെയ്യണം. പല സ്റ്റേറ്റിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിന് വിലക്കണം. നമ്മുടെ അവിടെയാണെങ്കിൽ പിറന്നു വീഴുന്ന കുട്ടികൾക്കടക്കം ഫോണാണ്. അപ്പോൾ ഞാൻ അത് ഗൗരവത്തോടു കൂടി പറയാൻ കാരണം ഈ കുട്ടിൻ്റെ ഇതൊരു റിയൽ സംഭവം. ഞാനിപ്പോൾ ഫോട്ടോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം പാവം നാളെ നമ്മുടെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ കഴിയാത്തൊരു കാഴ്ചയല്ലേ. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഒരു ദേഷ്യമാണ്. ആരോട് ദേഷ്യം? ഉമ്മാനെ കണ്ണിൻ്റെ കണ്ടുകൂടാ. ആരാണോ മൊബൈൽ നിറഞ്ഞു വെക്കണം അവരെ ദേഷ്യമാണ്. അപ്പോൾ അവരെ ദേഷ്യം പിടിപ്പിക്കേണ്ട, വിളിച്ച് നല്ലപോലെ കാര്യങ്ങൾ പറയാം. മനസ്സിലാവണില്ലെങ്കിൽ അവരെ നിങ്ങളൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക. ഇപ്പോൾ ഞാൻ വീഡിയോ പറയുമ്പോൾ എൻ്റെ മോള് ഫോണായിട്ട് നടക്കുകയാണ്, കണ്ട എൻ്റെ മോള് ഫോണായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മക്കൾക്ക് ഫോൺ എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ ബാൻ ചെയ്യണ്ട. പക്ഷെ അതിങ്ങനെ പതുക്കെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അവരെ കൃത്യമായിട്ട് നമ്മൾ ബോധവൽക്കരിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ സങ്കടത്തിൽ ചാടേണ്ടി വരും. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി എല്ലാ വീട്ടിലും ഈ ഇഷ്യൂ ഉണ്ടാവും. മൊബൈൽ ഫോൺ വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എടുത്തു വെച്ചതിൻ്റെ പേരിൽ ജീവൻ ഒടുക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ പത്രത്തിൽ കേൾക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയാം. ഇതിപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആക്കാൻ നോക്കിയെങ്കിലും എന്ത് ചെയ്തില്ല, അത് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ മരണപ്പെട്ടതാണെന്ന് പുറം ലോകം അറിഞ്ഞത്. ആ മക്കളോട് ഞാൻ പറഞ്ഞു വന്നത്, പണ്ടൊക്കെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഒരു കുളത്തിൽ കുളിക്കാൻ പേടിയാ. ആ കുളത്തിൽ ഞങ്ങൾ ഇറങ്ങണ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ എന്നെ തല്ലാനുള്ള അധികാരമുണ്ട്, ഇപ്പുറത്തെ വീട്ടിലെ അങ്കിളിന് എന്നെ തല്ലാനുള്ള അധികാരമുണ്ട്. അത് ഞങ്ങൾക്ക് അവരെ പേടിയാ, അത് ബഹുമാനം കൊണ്ടുള്ള പേടിയാ. ഇന്ന് അതില്ലാന്നാ ഞാൻ പറയണത്. സ്വന്തമായിട്ട് മോളൊരു കുറ്റം ചെയ്യണം ഞാൻ കണ്ടിട്ട് നിന്ന് മോളുടെ അച്ഛനോട് പറഞ്ഞപ്പോൾ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ലെന്ന് പറയുള്ളൂ. പക്ഷെ എനിക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവർ തല്ലുമ്പോഴും അവരോട് ഞങ്ങൾക്ക് ബഹുമാനോ. പിറ്റേ ദിവസം ഞങ്ങൾ അവരെ കാണുമ്പോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ബാല്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ മണ്ണി കളിച്ചിട്ടുണ്ടാ? അപ്പുറത്തെ വീട്ടിൽ കശുവണ്ടി കട്ട് പറക്കിയിട്ടുണ്ടാ? മാങ്ങ തല്ലി പറിച്ചിട്ടുണ്ടാ? നമ്മൾ ബാല്യം ഇല്ലാത്ത ഒരു കാലഘട്ടം ഇപ്പൊ നിങ്ങളുടെ വന്നത്. ഞങ്ങൾ പാടത്ത് കളിച്ചിട്ടുണ്ട്, മണ്ണി കളിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പൊ പഠിക്കാൻ വേണ്ടി നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന പോലെ നിങ്ങളുടെ അവസ്ഥ. മോളെ മക്കളെ നമ്മൾ പറഞ്ഞത് കഴിച്ച പാത്രം കഴുകി വെക്കും എല്ലാം പറഞ്ഞില്ലേ. 6 മണി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എനിക്ക് 2 അനിയത്തിമാരാ. 6:05 എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് ഇവര് പുറത്തിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോ ഈ കുണ്ടന്നൂരൊക്കെ 24 അവേഴ്സ് കടയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം പെൺകുട്ടികൾ 21 വയസ്സ് 18 17 വയസ്സുള്ള പെൺകുട്ടികൾ കാലുമേ കാലും കയറ്റി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ഞങ്ങൾ പുരുഷന്മാർ ഇവിടെ സ്മോക്ക് ചെയ്യണമെങ്കിൽ ഒരു ലേഡീനെ കാണുമ്പോൾ നമ്മളത് മാറ്റി വെക്കും.
അവർ പോകുമ്പോഴത്തേക്ക്. പക്ഷേ ഈ കുട്ടികൾ കാണിക്കുന്നത് അവിടെ ഇരുന്ന് വലിക്കും. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇറാൻ എന്നൊരു രാജ്യം, ഇറാൻ എന്ന രാജ്യത്ത് ഇസ്ലാം മതം വരുന്നതിന് മുൻപ്, അതായത് ഒരു 6-7 നൂറ്റാണ്ടിലൊക്കെയാണ് അവിടേക്ക് ഇസ്ലാം മതം കടന്നു വരുന്നത്. അതിനു മുൻപ് അവിടെയുള്ള ആളുകൾ ഏത് മതവിശ്വാസക്കാരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇറാനിലെ ഇസ്ലാം മതം, ഇപ്പം ഇന്ന് അവിടെ ഉള്ള ആളുകളൊക്കെ പൊതുവേ മുസ്ലിംസാണ്, സുന്നികളായാലും ഷിയാക്കളായാലും, പിന്നെ ഒരല്പം ക്രിസ്ത്യാനികൾ, പഴയ പാരമ്പര്യ ക്രിസ്ത്യാനികളുണ്ട്, ജൂതരുണ്ട്, അതേപോലെ വേറെ ചില സമൂഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാന മതം ഇസ്ലാമാണ്. ഇസ്ലാം മതം വരുന്നതിന് മുൻപ് ഇറാനികളുടെ മതവിശ്വാസം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.